ഹായ് ഫ്രണ്ട്സ്. നമ്മൾ സഹിക്കാൻ പറ്റാത്ത, കണ്ട് സഹിക്കാൻ പറ്റാത്ത, മനുഷ്യനായ ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തത്തിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഈ ദുരന്തത്തിൽ കുറച്ച് പിശാചുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ദയവേത് ആ പിശാചുക്കളെ മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ല. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. മൃഗങ്ങളോട് യാതൊരു കാരണവശാലും ഈ ടീമിനെ ഉപമിക്കാൻ പാടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കാനും അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കാനും കുറേ ഇപ്പോഴും പ്രസവിച്ച ലേഡീസ്, അവിടെയുള്ള 2 മാസവും 3 മാസവും 1 വയസ്സിന് കീഴെയുള്ള കുഞ്ഞുങ്ങൾ, അത് നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കേസാണ്. ലോകത്താർക്കും കണ്ട് സഹിക്കാൻ പറ്റൂല. അപൂർവം ചില ചാപ്പജീവികൾ ഉണ്ടാവും, ജീവികളല്ല മനുഷ്യന്മാർ, അപൂർവം. അപ്പോൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിയായാലും പശുവായാലും ആനയായാലും. ആന ഒരു ലേഡീനെ രക്ഷിച്ച കഥ നമ്മൾ കേട്ടു. നമ്മളിങ്ങനെ വരുവാന്ന്, ഒന്നും ചെയ്യല്ലേ, അപ്പം അതിൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു എന്ന്. അതുവരെ വരാത്ത കുറേ, എന്തിനോടാ ഉപമിക്കണ്ടെന്നൊന്നും അറിയില്ല, അങ്ങനെ കുറെ അശ്രീകരം പിടിച്ച വൃത്തികെട്ട പുഴുക്കുത്തുള്ള ജീവികൾ. അപ്പോൾ ആ കീടങ്ങൾ അവരെ എന്തിനോട് ഉപമിക്കണം, എങ്ങനെ ഉപമിക്കണം എന്നറിയില്ല. അപ്പോൾ ഇവർ കുറേ ആൾ കുഞ്ഞുങ്ങളെ എടുക്കാൻ തയ്യാറാന്ന്, തരുമോ എന്ന് ചോദിച്ച് കമൻ്റ് ഉണ്ട്. അവർക്കും തെറിവിളിയുണ്ട്. പക്ഷേ ഈ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞ്, നമ്മൾ ഈ തോർത്തിലെല്ലാം കെട്ടി കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന രംഗം, അവർ 3 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാന്ന് പറയുന്നതിന് അതിലും വലിയ മനസ്സ് ഈ ലോകത്ത് എന്തിനുള്ള? അവരതിൽ ബിസിനസ്സാണോ? തുണി ഷോപ്പോ ചെരുപ്പോ മറ്റേ എന്തെങ്കിലും അങ്ങനെ ഒരു നമ്മളെ ദുഷ്ടബുദ്ധി അതിലേക്ക് ചേർത്താം. അയാൾ പബ്ലിസിറ്റി കാണുന്നു. ഒരിക്കലും അവരും അല്ല. ഒരു കടേൻ്റെ ചാവി അടക്കം ഒരാൾ കൊടുത്തു, അത് പബ്ലിസിറ്റിക്കാണോ? അല്ല. എല്ലാവരും മനസ്സറിഞ്ഞ് ചെയ്യുമെന്ന്. അപ്പം കുറച്ച് ലേഡീസ്, അവർക്ക് കൈക്കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾ പാല് കൊടുക്കാന്ന് പറഞ്ഞിനി ഒരുത്തൻ, 3 ആളാന്ന് തോന്നുന്നുണ്ട് ശ്രദ്ധയിൽ പെട്ടത്. ഒരു റെഡ് റൗണ്ടിൽ വന്നിട്ടുണ്ട്. ഒരുത്തന് എത്ര ലിറ്റർ കിട്ടും എന്നുണ്ട്. ഒരാൾക്ക് എനിക്ക് കുടിക്കണം എന്നുണ്ട്. ഒരാൾക്ക് വേറെന്തോ. ഇവന്റെ അമ്മയും പെങ്ങന്മാരും ഇവന്റെ നാട്ടുകാരും എത്രയും പെട്ടെന്ന് ഇവനെ അടിച്ചിറക്കി ആജീവനാന്തം ജയിലിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇവൻ മറ്റാരെങ്കിലും 150% പീഡിപ്പിക്കും. ഇവന്റെ അമ്മേനെയും പീഡിപ്പിക്കും, പെങ്ങളെയും പീഡിപ്പിക്കും, ഇവന്റെ മക്കളെയും പീഡിപ്പിക്കും, ഇവന്റെ അയൽവാസികളെയും പീഡിപ്പിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ എവിഡൻസ് അടക്കമുണ്ട്, ഇവനെ കൊണ്ടുവന്നിട്ട് ജയിലിലിടണം. ഈ 3 എണ്ണത്തിന് നിലവിൽ 3 ആളെ കണ്ടത്. അപ്പം ഈ മുല എന്ന് പറയുന്ന സാധനം ഒരു സ്ത്രീക്ക് കൊടുത്തത് ഇതുമാതിരിയിലെ തെണ്ടിച്ചേപ്രകൾക്ക് ആസ്വദിക്കാനല്ല. ഈ പ്രകൃതിൻ്റെ നിലനിൽപ്പ്, പ്രകൃതി, നമ്മൾ ഇത്രയും കളിച്ചു കൂട്ടുന്ന ഇവന്മാരെ പോലെയുള്ള തെണ്ടികൾ ഇത് കുടിച്ച് വളർന്നവനാണ് ഇതിനെതിരെ പറയുന്നത്. അവനെ ശരിക്ക് പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യണം. എന്തിനവനെ വെച്ചേക്കുന്നത്? അവന് സോഷ്യൽ മീഡിയയിലെ തെറിയൊന്നുമല്ല. കണ്ണൂരിൽ നല്ലോണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു മരുന്നല്ല. ഇവന്റെ വായിലെ നാവുകൊണ്ടും ഇവന്റെ കണ്ണുകൊണ്ടും ഇവൻ ഒരു ലേഡീനെ കാണുന്നത് ഏത് വിധത്തിലാന്ന് ഈ ക്രൂരമായ കമന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു കാരണവശാലും ഇവനെയൊന്നും ഈ ഭൂമിയിൽ വെച്ചേക്കരുത്. ഇവനെ പുറം ലോകം കാണാത്ത വിധത്തിൽ ഉള്ളിലിട്ടില്ലെങ്കിൽ ഇവൻ നാളെ ഒരു പീഡന കേസിൽ പ്രതിയായിരിക്കും. അത് ഏത് പീഡനമായിരിക്കും എന്ന് ഞാൻ പറയണ്ട. അപ്പം ഒരു തരത്തിലും ഇതുപോലുള്ള
അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ജീവികളോട് ഉപമിക്കാൻ തോന്നില്ല. ആ സ്ഥലത്ത് മുഴുവൻ രക്ഷാപ്രവർത്തനത്തിലും ഡോഗ് ഉണ്ട്. ആന, ഇവരെല്ലാം മുന്നറിയിപ്പ്, പിന്നെ പ്രകൃതിൻ്റെ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് തരുന്ന ജീവികളാണ്. പശു ആയിക്കോട്ടെ, നമ്മളിങ്ങനെ പറയലുണ്ട്, എന്തെങ്കിലും എവിടെയെങ്കിലും മരണമെല്ലാം നടക്കുമ്പോൾ പശു കരയും രാത്രി എന്നൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് ഉളുപ്പ് മൃഗങ്ങളോട് ഉപമിക്കാൻ, എന്ത് ഉളുപ്പ്! ഒരു ഉളുപ്പില്ലാത്ത, ഒരു സംസ്കാരമില്ലാത്ത ചേപ്ര ആൾക്കാർ എന്തിന് മൃഗങ്ങളോട് ഉപമിക്കുന്നു? ഒരൊറ്റൊരാൾ പട്ടിയോടോ മൃഗത്തിനോടോ ഉപമിക്കാൻ പാടില്ല. എന്തധികാരം! ഒരു സ്ത്രീൻ്റെ അവയവത്തിന് വില പറയുന്ന, അപകടഘട്ടത്തിൽ വില പറയുന്ന തെണ്ടികൾ, എന്തധികാരം! നായിനോടോ ആനേനോടോ മൃഗങ്ങളോടോ കൃമികളോടോ കീടങ്ങളോട് ഉപമിക്കാൻ ഇവൻ എന്തധികാരം? ഈ മനുഷ്യന് ഒരാളും മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ല. ഒരാൾക്കും അധികാരമില്ല. നായ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നായ പാല് കൊടുക്കുന്നുണ്ട്, വലിച്ചെറിയുന്നില്ല. പശു പ്രസവിച്ച സെക്കൻഡിന് കുഞ്ഞിനെ നോക്കുന്നു. ഒരുവിധം ലേഡീസ് എല്ലാം സഹിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാണ്ട് പുണ്യാളന്മാരായ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു വിധം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിധം സ്ത്രീകൾ സഹിക്കുന്നത് അവരവർക്കുണ്ടായ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ നിന്നെപ്പോലെല്ലാം അതിന് വേണ്ടിയിട്ടല്ല. മനസ്സിലാക്കിക്കോ. നീ ആര്? ഈ പറഞ്ഞ ആര്? മൂന്നെണ്ണത്തിനും ഒരു കയറിൽ കെട്ടിയിട്ട് പബ്ലിക്കായിട്ട് നടത്തിയിട്ട് പറയണം, ഞാൻ ഇന്നത് പറഞ്ഞു, ഞാൻ ഇന്നത് പറഞ്ഞു, ഞാൻ ഇന്ന സാധനത്തിന് വില പറഞ്ഞു, ഞാൻ ഇന്നത് ആസ്വദിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് നീ പരസ്യമായിട്ട് ഈ മൂന്നെണ്ണം പറയണം. ഈ ഒരു ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീകളെ ശരീരം ഈ ചേപ്പറുകൾക്ക് വലിച്ചു കീറാനുള്ളതാണോ? ഇവർക്ക് എൻജോയ് ചെയ്യാനുള്ളതാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? എൻജോയ് ചെയ്യാനുള്ള സമയത്ത് എൻജോയ് ചെയ്യാം, അവരവരെ പാർട്ട്ണറോട് സംസാരിക്കാം, അവരവരെ പാർട്ട്ണറായിട്ട് നമുക്ക് എന്തും ഷെയർ ചെയ്യാം. അതിനെല്ലാം ഓരോ നിയമം വെച്ചിട്ടുണ്ടല്ലോ. നിയമം മാത്രമല്ല, ബൈ ബർത്ത് നമുക്കൊരു മെയിലും ഫീമെയിലും തമ്മിലുള്ള അട്രാക്ഷനും നമുക്ക് ഓരോ സമയത്ത് എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അല്ലാത്തപ്പോഴാണല്ലോ നമ്മൾ എന്തോ ആയിപ്പോന്നു. നമുക്ക് ഈ സ്ഥലകാല ബോധവും വെളിവും ഇല്ലാതെ എന്തും എപ്പോഴും കടിച്ചു കീറി തിന്നാന്നുള്ളത് വരുമ്പോഴാണല്ലോ ഇത്രയും ചേപ്രത്തരി നാട്ടിൽ നടക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അനങ്ങാണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളെ സംവിധാനത്തിൻ്റെ കുറവാണ്. ഈ ഒരു അവയവത്തിന് നിനക്ക് ആസ്വദിക്കാൻ മാത്രമാണോ അധികാരം? ആണോ? നീ ഈ അവയവത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചവനല്ലേ? ഈ ഒരു അവയവത്തിൻ്റെ അർത്ഥം എന്നാണ്? നീ അതാദ്യം പോയി പഠിക്ക്, തേണ്ടി. ഈ 3 കമൻ്റ് ഇട്ട തെണ്ടികളും ആദ്യം ആ അവയവം എന്തിനാന്ന്, അമ്മിഞ്ഞപ്പാല് നുകർന്ന എത്രയോ നല്ല 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 കവിതകൾ വായിച്ച് പഠിക്കാനുണ്ട്. ആദ്യം പഠിക്ക് തെണ്ടികൾ പോയിട്ട്. ചെറിയ പാല് കുടിക്കുന്ന കുട്ടിക്കും സ്ത്രീൻ്റെ ഇതിനും അവൻ വിലയിടാൻ വരുന്നു. നീ ആര് അതിടാൻ? നീ ആര്? നിന്നെപ്പോലുള്ളവർ ശാപാണ് സമൂഹത്തിന്. ഈ 3 എണ്ണത്തിനും പിടിച്ചു കെട്ടേണ്ടതാണ്. കുറെ കമന്റ് തൊഴിലാളികൾ. നമുക്ക് അരമണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ്ടിരിക്കാനാവോ? നമുക്ക് രാവിലെ എണീക്കുമ്പം നാവ് വരളുന്ന് ഉടനെ എല്ലാവരും പച്ചവെള്ളമായാലും 1/2 ഗ്ലാസ് കട്ടനായാലും എടുത്ത് കുടിക്കും. സംസാരിക്കാൻ പറ്റാത്ത, വിശപ്പ് പറയാൻ പറ്റാത്ത, ഒന്നും മിണ്ടാനും പറയാനാവാത്ത കുഞ്ഞ്, എന്താണ് അവസ്ഥ? അതിന് പാല് കൊടുക്കാന്ന് പറയുമ്പം അവരെ ബ്രസ്റ്റിന് വില കൽപ്പിക്കുന്നതാണോ? മാർക്കറ്റ് വാല്യൂ ഇടുന്നതാണോ സമൂഹം? ഒരാളെ മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ല. ചില ആളെ ഈ കാറ്റഗറിയിലുള്ള ആളെ ആ കാറ്റഗറിയിൽ നിർത്തിക്കൊണ്ട് സമൂഹം വിചാരണ ചെയ്യണവര് മുലക്ക് വില പറയുന്നു. തേണ്ടി. അതൊന്ന് കണ്ണൂരില്ലത്, നോട് പറയിപ്പിച്ച നാണം കെടുത്ത് തെണ്ടി. അവനെ പരസ്യമായിട്ട് തല്ലണം. തച്ചു അടിച്ചു എന്ന് കേട്ടു, എന്നും അടിക്കണം.
എന്നും അടിക്കണം, ചാവുന്നവരെ അടിക്കണം അവനെ. അവനെ കൊണ്ട് സെല്ലിലിട്ടൂടെ? അവൻ്റെ കയ്യും കാലും ഒടിച്ചിട്ട് എന്ത് കാര്യം? കുറേ ആൾക്കാർ പോയി അടിച്ചു എന്ന് പറഞ്ഞു. അടിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? എൻ്റെ നാവിന് ഒരു കുത്തിട്ട് കൊടുക്കണം. ഇനി അത് എടുക്കാൻ ഇടവന്നൂടാ. എത്ര ക്രൂരത! ഇവനാരി? ഞാൻ പറയുന്നത് ഇവനായിരിക്കും മൊത്തം ക്രിമിനൽ കേസിലും ഇനി പ്രതിയാവുക ഈ ലോകത്ത്. കാരണം അത്രയും സാഡിസ്റ്റ്, അത്രയും ക്രൂരത, അത്രയും മനസ്സിന് ഇതില്ലാത്ത ആള്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ മാത്രമല്ല ഇത്, കേട്ടില്ലേ? മോറുള്ളൂ. അങ്ങനെ ധാരണയിൽ വല്ല ആളുണ്ടെങ്കിൽ ആ ധാരണ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി എടുക്കാൻ പാടില്ല നാവ്. ഇതെല്ലാവർക്കും ഉള്ളതല്ല. എസ്പെഷ്യലി കമൻ്റ് ഇട്ട 3 തെണ്ടിക്കും കമൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന തെണ്ടികൾക്കും, സാധാരണ മനുഷ്യന്മാർക്കല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല.